അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ലിവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല ഇതൊക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ കുറച്ച് സബോള അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൊണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ സവാളൊക്കെ വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് നാളികേരക്കൊത്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ ഈ വെള്ളം പറ്റുന്നത് വരെ നമ്മൾ വേവിക്കാൻ ശ്രമിക്കുക. ഇതൊരു ചിക്കൻ പാർട്സിൻ്റെ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാർട്സ് ഫ്രൈ ആണ്. ഓക്കെ, താങ്ക് യു.